കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ അടിയേറ്റ് 61 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വീട്ടിലെ കാറും ഓട്ടോറിക്ഷയും കഴുകിയ മലിനജലം തൊട്ടടുത്ത റോഡിലേക്ക് ഒഴുക്കിവിട്ടതിനെ ചൊല്ലിയുള്ള തർക്കമാണ് തുളിച്ചേരി നമ്പ്യാർമെട്ടയിലെ അമ്പൻ ഹൗസിൽ അജയകുമാറിന്റെ കൊലപാതകത്തിന് ഇടയാക്കിയത്. ഇന്നലെ വൈകുന്നേരം ഇത് സംബന്ധിച്ച് അയൽവാസികളായ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരുമായി അജയകുമാർ വാക്കേറ്റം നടത്തിയിരുന്നു. അയൽവാസികളും നാട്ടുകാരും ചേർന്നാണ് ഇരുവിഭാഗത്തെയും ശാന്തരാക്കി താൽക്കാലികമായി പ്രശ്നം അവസാനിപ്പിച്ചത്. ഇതിനുശേഷം രാത്രി 8:30യോടെ ദേവദാസിന്റെ വീടിനടുത്തുള്ള പൂട്ടിയിട്ട കടവരാന്തയിൽ ഇരിക്കുകയായിരുന്ന അജയകുമാറിനെ ബൈക്കിലെത്തിയ ദേവദാസിന്റെ മക്കളും ഇതര സംസ്ഥാന തൊഴിലാളിയും ദേവദാസും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഹെൽമറ്റ്, കസേര, ചെടിച്ചട്ടി, കല്ലുകൾ എന്നിവ കൊണ്ടാണ് അജയകുമാറിന്റെ തലയ്ക്ക് ഇവർ മാരകമായി മർദ്ദിച്ചത്. അജയകുമാറിന്റെ നിലവിളി കേട്ട് രക്ഷിക്കാൻ ഓടിയെത്തിയ അയൽവാസിയായ കെ പ്രവീൺ കുമാറിനെയും അക്രമം തടയുന്നതിനിടെ പ്രതികൾ അതിമാരകമായി മർദ്ദിച്ചു. റോഡിൽ വീണുകിടന്ന ഇരുവരെയും പ്രദേശവാസിയായ കോൺഗ്രസ് നേതാവ് കല്ലിക്കോടൻ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആംബുലൻസിൽ കണ്ണൂർ നഗരത്തിലെ കൊയിലി ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അജയകുമാർ ഇതിനിടെ മരിച്ചിരുന്നു. ഇദ്ദേഹത്തിനൊപ്പം പരിക്കേറ്റ പ്രവീൺ കുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനമാണ് അജയകുമാറിന്റെ കൊലപാതകത്തിലെത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അജയകുമാറിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം പോലീസ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ കസ്റ്റഡിയിലെടുത്ത 4 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കണ്ണൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ നഗരത്തെ നടുക്കിയ കൊലപാതകമാണ് നിസാര വാക്തർക്കത്തിന്റെ പേരിൽ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരിയിൽ നടന്നത്.